ഹലോ നമസ്കാരം, പെറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്ത് നടക്കുന്ന വണ്ടർ ഫാൾസ് എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെറ്റ്സും ഉണ്ട്. അതായത് കൂടുതലായിട്ടുള്ളത് അവിടെ നമ്മുടെ ബേഡ്സ് തന്നെയാണ്. അപ്പോൾ അതിനും കൂടെ ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം എൻജോയ് ദ വീഡിയോ. ഇവിടുത്തെ ബേഡ്സിൻ്റെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ക്ലോസ്ഡ് സ്പേസിൽ ബേഡ്സിനെ ഫുൾ അഴിച്ചു വിട്ടേക്കാണ് കേട്ടോ. എല്ലാം പറന്ന് നടക്കുവാണ്. നല്ല സൂപ്പറാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് അവരിതിനെ ഇതേപോലെ പറത്തി വിടുകയും ചെയ്യും. വളരെ ചെറിയ ഫിഞ്ചസ് മുതൽ വലിയ മക്കാവ് വരെ ഇവിടുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ മറ്റേ മർമോസറ്റ് മങ്കിയുണ്ട്, പിന്നെ മറ്റേ ബോൾ പൈത്തൺ അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് കാണാനായിട്ട് നല്ല സൂപ്പറാണ്. എല്ലാ ബേഡ്സും അടിപൊളിയാണ്. നല്ല ക്യൂട്ട് ബേഡ്സാണ് എല്ലാം. നല്ല ഹെൽത്തി ബേഡ്സുമാണ്. നോക്കിയേ, ഇപ്പോൾ തന്നെ ആ ബഡ്ജീസൊക്കെ നോക്കിയാൽ ബ്ലൂ കളറിലെയും യെല്ലോ കളറിലെയും ഗ്രീൻ കളറിലെയും എല്ലാ കളേഴ്സിലും ബഡ്ജീസുണ്ട്. പിന്നെ നാളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൺകോണീസാണ്. സൺകോണീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല ക്യൂട്ട് ബേഡാണ്. അതിൻ്റെ ദേഹത്തെ ആ ഒരു മഞ്ഞ കളറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നോക്കിയേ, ഇഷ്ടം പോലെ സൺകോണീസ് ഉണ്ട് ഇവിടെ. അതിൽ തന്നെ കുറച്ച് റെഡ് ഫാക്ടർ കൂടി സൺകോണീസ് ആണ് കേട്ടോ ഒട്ടുമിക്കാണോ. ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ട്രീക്കകത്തൊക്കെ എല്ലാ ബേഡ്സും കൂടി ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കി, ആ ഒരു ഗ്രീൻ ട്രീക്കകത്ത് നിറച്ച് ബേഡ്സ് ഇരിക്കുന്നത് വേണ്ട. ഫിഞ്ചസ്, വളരെ കുഞ്ഞൻ ഫിഞ്ചസ്. ഇത് സൊസൈറ്റി ഫിഞ്ചസ് എന്നുള്ള ടൈപ്പ് ഫിഞ്ചാണ്. പിന്നെ അതാണ്ട് ലവ് ബേഡ്സ് അത് കുറേ എണ്ണം ഉണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് ഗ്രീൻ കളർ ലവ് ബേഡ്സ് തന്നെയാണ്. പിന്നെ ഇവിടെ കൊക്കറ്റെയിൽസിൻ്റെ ഒട്ടുമിക്ക കളർ വെറൈറ്റീസും കാണാൻ സാധിച്ചു. കാരണം ഉള്ള നോർമൽ വൈറ്റ് കളർ തൊട്ട് നമ്മുടെ പേൾസ്കിൽ വരെ ഉണ്ടായിരുന്നു. ഇത് നോക്കിയാൽ ഇതേപോലത്തെ ഒരു ഓപ്പൺ സ്പേസിൽ ഈ ബേഡ്സിനോട് പറഞ്ഞു നടക്കുന്ന കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബേർഡാണ് കേട്ടോ സൺകൂൺ എന്ന് പറയുന്നത്. അതിൻ്റെ ദേഹത്തെ ആ ഒരു യെല്ലോ കളറും ഗ്രീൻ കളറൊക്കെ തന്നെയാണ് എന്നെ ആകർഷിച്ചത്. എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഒരു സൺകൂണിനെ വാങ്ങണം, അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പിന്നെ ഇവനാണ് സൾഫർ ക്രസ്റ്റഡ് കൊക്കറ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബേർഡാണിത്. നല്ല പ്യുവർ വൈറ്റ് കളറും അതിൻ്റെ മുകളിലത്തെ ആ ക്രസ്റ്റിൻ്റെ ആ യെല്ലോ ക്രസ്റ്റല്ലേ, അതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത. പിന്നെ ഇവനാണ് ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവ്, അല്ലെങ്കിൽ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് എന്നൊക്കെ പറയുന്ന സാധനം. മക്കാവ്സിലെ വൺ ഓഫ് ദ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. കാരണം ഒട്ടുമിക്ക ആൾക്കാരുടെയും കയ്യിലുള്ള സാധനമാണ് ഈ സംഭവം. ഭയങ്കര ക്യൂട്ടാണ്, നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് ഇതിനെ ഈ മക്കാവ്സിനൊക്കെ നമുക്ക് കയ്യെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അടുത്തായിട്ടുള്ളതൊരു എക്ലെറ്റസ് പാരറ്റാണ്. എക്ലെറ്റസ് പാരറ്റിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്ലെറ്റസിൻ്റെ മെയിൽസിന് ഗ്രീൻ കളറും അതിൻ്റെ ഫീമെയിൽസിന് ഒരു റെഡ് കളറും ആയിരിക്കും. പിന്നെ കിട്ടിയൊരു ചാൻസ് അല്ലേ അത് കളയേണ്ടതെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഒരു സൾഫർ ക്രസ്റ്റഡ് കൊക്കറ്റുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ആൻഡ് യെല്ലോ അല്ലെങ്കിൽ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിനെയും എടുത്ത് വെച്ചിട്ട് ഒരു സെൽഫി എടുത്തു കേട്ടോ. ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതാണ് സംഭവം. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, കൈ നല്ല വൃത്തിയിരിക്കുന്നുണ്ട്. ഫെതേഴ്സൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബ്ലൂ ആൻഡ് ഗോൾഡ് കുറച്ച് കുസൃതിയായിരുന്നു കേട്ടോ. ഇത് കടിക്കുമെന്നോ ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ല, അവൻ കയ്യിലിരുന്നു.
അടുത്തായിട്ട് ഇവിടെ ഉള്ളത് ഒരു മത്സ്യകന്യകയാണ്. അതുകൊണ്ട് നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന്. ഒരു പെൺകുട്ടി മത്സ്യകന്യകയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നീന്തി കളിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് പോയിട്ട് ശ്വാസം എടുക്കുന്നുമുണ്ട്. എന്നാലും കൊള്ളാം. നെക്സ്റ്റ് ഒരു സ്കൂബ ഡൈവറാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല വലിയൊരു അക്വേറിയം ഒരു കടലിൻ്റെ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പെർഫോം ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട് ദർശൻ്റെ കൂടെയാണ് പോയത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. Got nothing to hide. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ദീക്ഷിത് ജമോൻ സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.